രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്തവനായി പത്രോസ് രാവിലെ തന്റെ വള്ളവും വലയുമെല്ലാം കരയ്ക്കടുപ്പിച്ച് വല കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ അരികിലേക്ക് കടന്നു വരിക. തീരത്ത് നിന്ന് അല്പം തന്റെ പടകിനെ ഇറക്കുവാനായിട്ട് ആവശ്യപ്പെട്ട കർത്താവ് പത്രോസിന്റെ പടകിൽ കയറിയിരുന്ന് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ജനത്തോട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പത്രോസിനോട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാനായി പറയുമ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് പത്രോസ് തന്റെ വിഷമതകൾ യേശുവിനോട് അറിയിച്ചു. എന്നാൽ കർത്താവായ യേശു പറഞ്ഞതനുസരിച്ചുകൊണ്ട് വലയിറക്കിയ ആ പത്രോസ് തന്റെ വല നിറയെ മത്സ്യം ലഭിക്കുന്ന സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നുവെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ജീവിതത്തിന്റെ വിവിധ സമയങ്ങളിൽ ജീവിത അധ്വാനങ്ങൾ നമുക്ക് പലപ്പോഴും സന്തോഷം പകരാതെ നിരാശകൾ മാത്രം ബാക്കി വെച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീരത്തേക്ക്, നമ്മുടെ ശൂന്യതയുടെ തീരത്തിലേക്ക്, നമ്മുടെ നിരാശയുടെ തീരത്തിലേക്ക് അരികിൽ കടന്നു വരുന്ന കർത്താവായ യേശു നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. അവിടുത്തെ വാക്കിനനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ, താൻ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ തന്റെ ഹിതത്തിനായി നീക്കി നിർത്തുമ്പോൾ നമ്മുടെ ഒഴിഞ്ഞ വള്ളങ്ങളെ, വലയെ നിറച്ച് സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ശക്തനായ കർത്താവ് യേശു നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ആകയാൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഒഴിഞ്ഞ ജീവിതത്തെ, നിരാശ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അവിടുത്തെ നന്മകളാൽ നിറയ്ക്കുവാൻ, നമ്മുടെ ശൂന്യതകളെ നിറച്ച് ആശീർവദിക്കുവാൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറച്ച് നമ്മെ ആശീർവദിപ്പാൻ ശക്തനായ യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവിടുത്തെ ഹിതത്തിനായി, അവിടുത്തെ ഹിതം പോലെ, അവിടുത്തെ വാക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ജീവിത ദിശ തന്റെ ഹിതത്തിനായി നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഒഴിഞ്ഞ വലകളും വള്ളങ്ങളും സ്വർഗ സന്തോഷം കൊണ്ട്, ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അവന്റെ നന്മകൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയട്ടെ. ആമേൻ.